ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പകൽക്കാലം കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തിയിന്മേലും യേശുവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക ജീവിതങ്ങൾക്ക് ഇത് രൂപാന്തരവും വഴികാട്ടിയുമാക്കി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വെളിച്ചം ഇന്ന് കേൾക്കുന്ന എല്ലാവരിലും വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്നവർ, നുറുങ്ങിയവർ, പല പ്രയാസത്താൽ ഭാരപ്പെടുന്നവർ എല്ലാവർക്കും ഈ വചനം ഒരു ആശ്വാസമാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അതിപരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിനോടൊപ്പം 3 ദിവസം ഇരിക്കാനായിട്ട് കർത്താവ് അവസരം തന്നതിനായി ആദ്യമേ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് 1-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് ഇന്ന് സ്തുതിക്കുകയാണ്. ഇന്ന് അനേകർ പല പ്രയാസത്താൽ, പ്രശ്നത്താൽ ഭാരപ്പെടുമ്പോൾ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഈ നന്മയോർത്ത് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും അട്രാക്റ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് വായിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വാക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. യേശു എവിടെ നിന്ന് എന്ന വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇന്ന് ഈ പകൽക്കാലം പ്രധാനമായിട്ടും 3 ചിന്തകളാണ് ഇന്ന് ഇത് കേൾക്കുന്നവരുടെ മേലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട 3 വലിയ മർമ്മങ്ങൾ ഞാൻ ഈ വായിച്ച 10 വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഇന്നത് വെളിപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് നമുക്ക് ഈ കാനാവിലെ കല്യാണത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയിന്മേലും വലിയൊരു മാനസാന്തരത്തിനായിട്ട്, വലിയ ഒരു പകർച്ചയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ബഥാനിയിലെ കാനാവിലെ കല്യാണം നമുക്കെല്ലാം അറിയാവുന്ന, നമ്മൾ കൊച്ചിലേ മുതലേ കേൾക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ചോദിക്കാം, എന്താണ് ഇതിനകത്ത് പ്രത്യേകത എന്നുള്ളത്? നമ്മൾ എന്നും പറഞ്ഞു പോകുന്ന ആ കഥയല്ല ഈ കഥ. ഈ കഥയ്ക്കകത്ത് ചില മർമ്മങ്ങളുണ്ട്. ഇന്ന് കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരുന്ന പകലാകണം. ഇന്ന് ഈ വചനം ഏറ്റെടുക്കുന്ന പകലായിരിക്കണം. ഓരോ വ്യക്തിയിന്മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഇത് മനസ്സിലാക്കുവാൻ ഉള്ള കഴിവ് കർത്താവ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അവിടെ യേശു ക്രിസ്തു കല്യാണത്തിന് വന്നു. യേശുവിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ പ്രധാനമായി ഒന്നാമതായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനോട് യേശുക്രിസ്തുവിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു,
മകനെ, ഇവിടെ കല്യാണത്തിൻ്റെയൊക്കെ ആ വീഞ്ഞ് തീരാറായി. യേശുവിൻ്റെ അമ്മയ്ക്കറിയാം യേശുവിൻ്റെ ശക്തി എന്താണെന്നും യേശു ആരാണെന്നും യേശുവിൻ്റെ അമ്മയ്ക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുമല്ലോ, മകനെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ നോക്കാം. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യേശു അമ്മയോട് പറയുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അത് യേശു ഒരിക്കലും വളരെ ധിക്കാരപൂർവമോ അല്ലെങ്കിൽ ബഹുമാനമില്ലാത്തതോ പറഞ്ഞ വേടല്ല. പിതാവിൻ്റെ നാഴിക, യേശുവിൻ്റെ നാഴിക എപ്പോഴാന്നുള്ളത് അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. ആ നാഴിക വരുമ്പോൾ കർത്താവ് തക്ക സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യും. കർത്താവിനറിയാം എപ്പം എന്താ ഏത് സമയത്ത് ചെയ്യണമെന്ന്. ഇന്ന് അനേകര് ഞാൻ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ബഹുമാനിക്കുന്നു. യേശുവിൻ്റെ അമ്മ ആയിട്ട് മറിയത്തെ തിരഞ്ഞെടുത്തു തന്നെ വലിയൊരു കാര്യമാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മമുണ്ട്. മറിയ തന്നെ അവിടെ ഒരു വലിയ മെസ്സേജ് അവിടെ പാസ് ചെയ്യുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. മറിയയുടെ യേശു ഈ റിപ്ലൈ കൊടുത്തതിന് ശേഷം മറിയ എന്ത് ചെയ്തു? അവൻ്റെ അമ്മ, 5-ാമത്തെ വാക്യം, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അത് ചെയ്യുവീൻ, ഏതാ ചെയ്യേണ്ടത്? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്നാണ് മറിയ അവിടുത്തെ ശുശ്രൂഷക്കാരോട് പറഞ്ഞത്. അതാണ് എൻ്റെ ഒന്നാമത്തെ സബ്ജക്റ്റ്. ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വലിയ ആ മർമ്മമാണ്. എന്ന് അനേകര് മറിയത്തെ ആരാധിക്കുന്നു, മധ്യസ്ഥത വെക്കുന്നു. എന്നാൽ ഇവിടെ മറിയം ഈ ശുശ്രൂഷക്കാരോട് പറയുവാണ്, യേശു പറയുന്നത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക, നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നതെന്ന്. ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. യേശു പറയുന്നു, എന്താണോ യേശു പറയുന്നത് അത് ചെയ്യുവാനായിട്ടാണ് മറിയം ശുശ്രൂഷക്കാരോട് പറയുന്നത്. ഇന്ന് യേശു പറഞ്ഞ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും മറിയയ്ക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. യേശു എന്താ പറയുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ല ഞാൻ പറയുന്നതല്ല ചെയ്യേണ്ടത്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഈ പകൽക്കാലം ഇന്നത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, യേശു പറയുന്നത് ഞാൻ ചെയ്യാറുണ്ടോ? യേശുവിനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു നിമിഷം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. 2-ാമത്തെ പോയിന്റ്, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. 6 കൽപ്പാത്രം. നമുക്കറിയാം, നമ്മൾ കല്യാണത്തിനെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. എന്നാൽ ആർക്കും വേണ്ടാത്ത ഒരു 6 കൽപ്പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. യേശു ആ കൽപ്പാത്രം കണ്ടു. ഇന്ന് എൻ്റെ മറ്റൊരു ചിന്തയാണ് ആ കൽപ്പാത്രം. നിങ്ങൾ ചിന്തിക്കാം, എന്താണ് ഈ കൽപ്പാത്രം ഇത്രയും പ്രത്യേകത എന്നുള്ളത്? പ്രത്യേകതയുണ്ട്. ആ കൽപ്പാത്രമാണ് ഞാനും നിങ്ങളും. ആർക്കും വേണ്ടാതെ നമ്മളൊരു സമയത്ത് കിടന്ന സമയത്ത്, എല്ലാവരും തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച സ്ഥാനത്ത്, എന്നെ ആർക്കും വേണ്ട, എനിക്കാരുമില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഇന്ന് എന്നെ കേൾക്കുന്ന അനേകര് ചിന്തിക്കും, എനിക്കാരുമില്ല, എനിക്കെന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, ആർക്കും വേണ്ടാത്തവനായി ഞാൻ ജീവിക്കുന്നു. ഇല്ല പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങളാണ് കൽപ്പാത്രം. യേശു തിരഞ്ഞെടുത്തത് ആർക്കും വേണ്ടാത്ത ഈ കൽപ്പാത്രങ്ങളെയാണ്. യേശു ആ കൽപ്പാത്രത്തെ കൈവച്ചപ്പോൾ അതിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. യേശു തൊട്ടാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും.
ഫലമില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഫലഭൂഷ്ടമായ സംഭവങ്ങൾ ഉണ്ടാവും. ആർക്കും വേണ്ടാതെ കിടന്ന ആ കൽപാത്രത്തെ യേശു വെള്ളം നിറച്ചു. അതിന്മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും രുചികരമായ വീഞ്ഞിൻ്റെ അനുഭവം ആ കൽപാത്രത്തിലുണ്ടായി. അവിടെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളെ ആർക്കെങ്കിലും വേണ്ട എന്ന് തോന്നുന്നുവോ, നിങ്ങൾക്കാരുമില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകുന്നുവോ, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. യേശുവിനെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിനായിട്ട് നിങ്ങൾ പുറപ്പെടാൻ റെഡിയാണോ? യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരിക. യേശു നിങ്ങളെ ആവശ്യമുണ്ട്. ഇന്ന് ഈ ലോകത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ, കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാരെല്ലാം ഉപേക്ഷിക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും കൈവിടാത്തവനായ എൻ്റെ യേശു നിങ്ങളെ കരം പിടിച്ചു ഉയർത്തുന്നു. ആ കൽപാത്രത്തെ പോലെ ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരെയും എൻ്റെ യേശു വിളിക്കുന്നു, മകനെ, മകളെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്നിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിന്നിലൂടെ വലിയൊരു ഫലഭൂഷ്ടം ഈ ലോകത്തിന് ചെയ്യാനുണ്ട്. യേശു ആ കൽപാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം, അവിടെ വീഞ്ഞ് ആക്കിയതിന് ശേഷം ആ വീഞ്ഞ് എന്തു ചെയ്തു? അവിടെ വിരുന്നിന് വന്ന എല്ലാവർക്കും അത് വിളമ്പി കൊടുത്തു. അതുപോലാണ് പ്രിയപ്പെട്ടവരെ, നമ്മളാകുന്ന കൽപാത്രങ്ങൾ ഇന്നും ഈ ലോകത്തിലേക്ക് ഫലം കായ്ക്കാനായിട്ട്, മറ്റുള്ളവർക്ക് ഒരുക്കി കൊടുക്കുവാനായിട്ട് യേശു നമ്മളെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ. മൂന്നാമതായിട്ട്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നവനോട് പറഞ്ഞു. അപ്പോൾ അതിനു മുൻപ് പറയുന്നു, അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളിനെ വിളിച്ചു. അതിലെ 10ാമത്തെ വാക്യം എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു വാക്യമാണ്. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കാറുണ്ട്, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു. അതാണ് എൻ്റെ മറ്റൊരു ചിന്ത. ഇതുവരെയും സൂക്ഷിച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓർത്തോണം, കർത്താവിൻ്റെ സമയമായിട്ടില്ല. കർത്താവിൻ്റെ സമയമാകുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഏറ്റവും ബെസ്റ്റായിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുത്തും. ഇന്ന് പഴയ വീഞ്ഞ് അത് വെച്ചു, എന്നാൽ പുതിയ വീഞ്ഞ് അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ, ആ പഴയ വീഞ്ഞിനേക്കാൾ എത്ര മനോഹരമാണ് ഈ പുതിയ വീഞ്ഞ്. ഈ പുതിയ വീഞ്ഞിൻ്റെ ആ മനോഹരിത. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എൻ്റെ കർത്താവേ, ഞാൻ എത്ര നാളുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നു, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ലാത്തത്, എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഇല്ലാത്തത്, എന്താണ് എനിക്ക് നല്ല ജോലി ഇല്ലാത്തത്, എന്താണ് എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടാത്തത്? പ്രിയ മകനെ, മകളെ, ഒന്ന് ചിന്തിക്കുക. പുതിയ വീഞ്ഞ് തക്ക സമയത്ത് എൻ്റെ യേശു നിങ്ങൾക്കായി തുറക്കും. ഇതൊരു മർമ്മം. ഇത് ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇന്നത് കേൾക്കുന്ന വ്യക്തി, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാത്തുണ്ടെങ്കിൽ, പെൻഡിങ് ഉണ്ടെങ്കിൽ, നീ ചിന്തിച്ചോണം, പുതിയ വീഞ്ഞ് പുറത്തു വരാനുള്ള നേരമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾ അതിനായിട്ട് ക്ഷണിക്കുന്നു. പുതിയ വീഞ്ഞ് അനേകർക്ക് ഫലം കായ്ക്കാനായിട്ട്, പുതിയ വീഞ്ഞ് അത്തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വലിയ രുചിയായിരിക്കും. കർത്താവിന് അറിയാം എപ്പോൾ തരണമെന്ന്. ഇപ്പം 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ നമ്മളാരെങ്കിലും കത്തിയെടുത്ത് കൊടുക്കുമോ? കാരണം നമുക്ക് പേടിയാ കത്തിയെടുത്ത് കൊടുക്കാനായിട്ട്. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലെ ചില കാര്യങ്ങൾ തരേണ്ട സമയത്തേ കർത്താവ് തരത്തുള്ളൂ. നേരത്തെ നിങ്ങളുടെ കയ്യിൽ തന്ന അത് ശരിയാവില്ല എന്ന് നിങ്ങളെക്കാട്ടിലും നന്നായിട്ട് കർത്താവിനറിയാം. കർത്താവ് തക്ക സമയത്ത് അത് ഒരുക്കി നിങ്ങൾക്ക് തരും. ഇന്ന് ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനായിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ സഹോദര സഹോദരി പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പെൻഡിങ് ആയിട്ടുള്ളത്, അത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ. നിങ്ങൾക്ക് ഒരു രോഗം നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥിക്കുന്ന